ഇടുക്കി അടിമാലിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രാവേദിയിൽ തിക്കും തിരക്കും. വേദിയിലെ തിരക്ക് മൂലം പ്രതിപക്ഷ നേതാവിനെ കാണാനാകുന്നില്ല എന്ന് സദസ്സിൽ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു. ഇതോടെയാണ് നേതാക്കളോട് മാറി നിൽക്കാൻ വി ഡി സതീശൻ ആവശ്യപ്പെട്ടത്. പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ സുഹൃത്തുക്കളെ, ഒരു നാടിന്റെ ഘടന സംസാരിക്കായിരുന്നേ സംസാരിക്കാതിരിക്കേ ഉണ്ടായിരുന്നു. ഇവിടെ നിങ്ങളൊന്ന് സംസാരിക്കായിരുന്നു. ഇവിടെ നിന്ന് മാറിയെന്നേ, ഇവിടെ നിന്ന് മാറി ഈ യോഗത്തിൽ അക്ഷരകണ്ടല്ലോ. മാറി എല്ലാവരും മാറി. ഇവിടെ നേതാക്കളെ രാഹുൽ വിജയനുണ്ട് ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, എന്താണ് രാഹുൽ പ്രശ്നം? ഉന്മേഷ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗ യാത്ര ഇന്നാണ് ഇടുക്കിയിൽ പര്യടനം ആരംഭിച്ചത്. അതിന്റെ ആദ്യത്തെ യോഗത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അടിമാലിയിൽ എത്തിയപ്പോഴായിരുന്നു ഈ സംഭവം നടക്കുന്നത്. അതായത് വേദിയിൽ നിറയെ നേതാക്കളായിരുന്നു. വലിയ തിക്കും തിരക്കുമായിരുന്നു. ചെറിയൊരു വേദിയാണ്. വേദിയിൽ നിറച്ച് പ്രാദേശികമായിട്ടുള്ള അതുപോലെ തന്നെ ജില്ലാ നേതാക്കൾ എല്ലാവരും തന്നെയുണ്ട്. ഒരു വശത്ത് മറഞ്ഞു നിൽക്കുന്ന വിധത്തിൽ, അതായത് വി ഡി സതീശൻ പ്രസംഗിക്കുന്നു, അതിന്റെ ഒരു വശം മറയുന്ന വിധത്തിൽ നേതാക്കൾ ഉൾപ്പെടെ നിൽക്കുന്നു. അതിന്റെ പിറകിലായിട്ട് വി ഡി സതീശന്റെ പ്രസംഗം കാണുന്നതിനും കേൾക്കുന്നതിനും വേണ്ടി ആളുകളും തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. അവരിൽ നിന്ന് ഒരാളാണ് കാണാൻ പറ്റുന്നില്ല എന്ന വിധത്തിൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, പലതവണ പറഞ്ഞു. നേതാക്കളോട്, അനാവശ്യമായിട്ട് നിൽക്കുന്ന നേതാക്കളോട് മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ആദ്യഘട്ടത്തിൽ ഒന്നും ആ നേതാക്കൾ മാറി നിൽക്കാൻ കൂട്ടായില്ല. പിന്നീടാണ് വി ഡി സതീശൻ ആ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ ആളോട് നിങ്ങൾ മിണ്ടാതിരിക്കൂ, അതിനുശേഷം ഈ വേദിയിൽ നിന്ന് നേതാക്കളോട് പിന്നോട്ട് മാറി നിൽക്കാൻ പറയുകയും ചെയ്തു. എന്തായാലും പിന്നോട്ട് മാറി നിന്ന് ആ നേതാക്കളെല്ലാം സഹകരിക്കുകയും ചെയ്തു. പിന്നീട് വി ഡി സതീശന്റെ പ്രസംഗം അങ്ങനെ തുടരുകയായിരുന്നു. എന്തായാലും ചെറിയ രീതിയിലൊരു കല്ലുകടിക്ക് കാരണമായി ആ നേതാക്കളുടെ ആ ഒരു മറവ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.